Hello, my dear Class 9 family. Moving forward from the Stoneage, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന് പറഞ്ഞുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബാച്ചിൽ ആൽഫ ബാച്ചിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മക്കൾ പഠിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ അതിന്റെ ഫസ്റ്റ് പാർട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സാറിന് പേഴ്സണലി നിങ്ങൾ പഠിക്കണം ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ഉറപ്പുള്ള ഒരു 3 ക്വസ്റ്റ്യൻസുമായിട്ടാണ് സാർ വന്നിട്ടുള്ളത്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇത് ഒരു കാരണവശാലും ഈ ക്വസ്റ്റ്യൻസ് മിസ്സാക്കാൻ പാടില്ല. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാച്ചിൽ ഓൾറെഡി ജോയിൻ ചെയ്തവർക്ക് അറിയാം. നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള 2 സെഷനിലൂടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ചാപ്റ്റർ ഓൾറെഡി തീർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മുടെ ബാച്ചിലുള്ള മക്കൾക്ക് കംപ്ലീറ്റ് ചാപ്റ്ററും കാര്യങ്ങളൊക്കെ ഓൾറെഡി തീർത്ത് വെക്കും യൂട്യൂബിലേക്ക് വരുന്നതിനൊക്കെ മുന്നേ. കാരണം ബാച്ചിലെ മക്കൾ നമുക്ക് പ്രഷ്യസ് ആണ്. അപ്പോൾ അടിപൊളി. അപ്പോൾ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന ഒരു നമ്പറുണ്ട് 75909021 21 കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡ് ലേണിംഗ് വീഡിയോസിൻ്റെയും PDF ക്ലാസ് നോട്ട്സിൻ്റെയും ചാപ്റ്റർ വൈസുള്ള വർക്ക്ഷീറ്റിൻ്റെയും മോഡൽ എക്സാംസിൻ്റെയും PVK വീഡിയോ സൊല്യൂഷൻ്റെയും ചാപ്റ്റർ വൈസുള്ള എക്സാംസിനെ പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മറക്കണ്ട, ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഗൈഡും കാര്യങ്ങളും അവൈലബിൾ ആകുമ്പോൾ എല്ലാ സബ്ജക്റ്റിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ചാപ്റ്റർ വൈസുള്ള നോട്ട്സ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, ലേറ്റസ്റ്റ് അസസ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാ സബ്ജക്ട്സിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ മാത്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഗൈഡ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. മക്കളെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ആൽഫ ബാച്ചിൽ ഈ പറഞ്ഞ പ്രൈസിന് 2999 നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ട് ബാച്ചിൽ ഓൾറെഡി എല്ലാവരും പഠിക്കുന്നതിനെക്കാട്ടും മുന്നേ നമ്മൾ ചാപ്റ്ററൊക്കെ പഠിച്ച് സെറ്റായി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ബാച്ചിൽ ഓൾറെഡി ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് കണ്ടോളൂ മക്കളെ. ഈ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വെച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ പാലിയോലിതിക്കും മീസോലിതിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അഥവാ പ്രാചീന അതുപോലെ തന്നെ മധ്യശിലായുഗം തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള മധ്യശിലായുഗം പ്രാചീന ശിലായുഗം നിങ്ങൾ അറിഞ്ഞിരിക്കുക. പ്രാചീന മീൻസ് ഓൾഡ് ആണ്, മധ്യം മീൻസ് മധ്യം, മിഡിൽ, മീസോലിതിക് എന്നാണ് അർത്ഥം വരുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഇതെങ്കിലും അറിഞ്ഞിരിക്കുക മിനിമം. ഓക്കെ, ഈ പറഞ്ഞ ഒന്നാമത്തെ കാര്യം റഫ് സ്റ്റോൺസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. പരിപരക്കൻ കല്ലുകളാണ് എവിടെ കാണാൻ പറ്റുക, നമുക്ക് പാലിയോലിതിക്കിൽ കാണാൻ പറ്റുക, അഥവാ പ്രാചീന ശിലായുഗത്തിൽ കാണാൻ പറ്റുക. മീസോയിൽ വരുമ്പോൾ മൈക്രോ സ്റ്റോൺ ആവുന്നുണ്ട്. ഓക്കെ, മൈക്രോ സ്റ്റോൺ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആളുകൾ ബുദ്ധി വികസിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ചുകൂടെ മൂർച്ചയേറിയ ആയുധങ്ങൾ, ചെറിയ ആയുധങ്ങൾ വെച്ചിട്ട് മൃഗങ്ങളെ കീഴടക്കാൻ പറ്റുന്നുണ്ട് ഇവർക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് ഒരു വ്യത്യാസം. രണ്ടാമത്തത് ഹണ്ടിങ് വാസ് ദ മെയിൻ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട് പാലിയോലിതിക്, അഥവാ പ്രാചീന ശിലായുഗത്തിൽ ഹണ്ടിങ് അഥവാ ഈ പറഞ്ഞ വേട്ടയാടൽ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് പാലിയോലിതിക് അഥവാ പ്രാചീന ശിലായുഗത്തിലാണ്. അവിടെയാണ് നമുക്ക് നൊമാഡിക് ലൈഫും കൂടെ കാണാൻ പറ്റുക. അതായത് നാടോടി ജീവിതം, ഒരു സ്ഥലത്ത് അവർ സെറ്റിൽഡ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല, അവരെ പല ഏരിയകളിലേക്ക് എന്ത് ചെയ്തു, മാറി താമസിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ വിളിക്കും നൊമാഡിക് ലൈഫ്, നാടോടി ജീവിതം എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ മക്കൾ മീസോലിതിക്കിലും ഹണ്ടിങ് വളരെ ഈസി ആയിരുന്നു. കാരണം അവർക്ക് ഈ പറഞ്ഞ മൈക്രോ ലിറ്റ്സ് കാരണം, ഈ പറഞ്ഞ ചെറിയ കല്ലുകൾ കാരണം അവർക്ക് കുറച്ചും കൂടെ ഇരയെ പെട്ടെന്ന് പിടികൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഹണ്ടിങ് ബിക്കം ഈസി ആയിരുന്നു ഏത് കാലഘട്ടത്തിൽ, ഈ പറഞ്ഞിട്ടുള്ള മീസോലിതിക്കിന്റെ കാര്യത്തിൽ. കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ തുടക്കമൊക്കെ നമുക്ക് എവിടെ നിന്ന് കാണാൻ പറ്റും, മീസോലിതിക് അഥവാ മധ്യശിലായുഗത്തിന്റെ ആളുകൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് നമുക്ക് അവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള വാട്ട് ആർ ദ മേജർ ചേഞ്ചസ് ഇൻ നിയോലിതിക് ഏജ്. ഈ പറഞ്ഞിട്ടുള്ള നവീന ശിലായുഗത്തിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഇത് 2 നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു നോക്കണം. 2 കാര്യങ്ങളുള്ളൂ. ഒന്നെന്ന് പറയുന്ന അഗ്രികൾച്ചർ, കൃഷിയുടെ ആവിർഭാവം, അല്ലെങ്കിൽ കൃഷി സ്വന്തമായിട്ട് ഉണ്ടാവാൻ, അല്ലെങ്കിൽ അന്ന് വരെ ഈ പറഞ്ഞ ശേഖരണം മാത്രമായിരുന്ന ആളുകൾ സ്വന്തമായിട്ട് അവർക്ക് വേണ്ടി തന്നെ അവർ കൃഷി, അല്ലെങ്കിൽ അവരുടെ ആഹാര വസ്തുക്കൾ അവർ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത്. കൃഷിയും കാര്യങ്ങളൊക്കെ അവർ സ്വന്തമായിട്ട് തുടങ്ങി. രണ്ടാമത്തെ കാര്യം ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. മൃഗ വളർത്തലും കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്തു, ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. മൃഗങ്ങളെ വളർത്തുക എന്നുള്ള കാര്യം അവർ അവരുടെ കൃഷി ആവശ്യത്തിനായിക്കോട്ടെ, മാംസം, പാല് പോലുള്ള ആവശ്യത്തിനൊക്കെ മൃഗങ്ങളെ അവരെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി, അവർ മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിയോലിതിക്കിൽ എഴുതിയിരിക്കണം, നിർബന്ധമാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം നിങ്ങൾ കണ്ടു. ഈ 2 കാര്യങ്ങളും റാഡിക്കൽ ചേഞ്ചിന്റെ ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളുടെ കാലഘട്ടമായിട്ടാണ് നമ്മൾ എന്തിനെ കാണുന്നത്, ഈ പറഞ്ഞ നവീന ശിലായുഗത്തിനെ കാണുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മക്കളെ. ഈ പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റൽ ഏജ് എന്ന് പറഞ്ഞു നോക്കേണ്ടത് എന്താണ്. ഈ പറഞ്ഞിട്ടുള്ള ലോഹയുഗത്തിന്റെ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വിഭജനം എങ്ങനെയാണ്. ഇതിൽ നിങ്ങൾ 2 ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്നത്. മെറ്റൽ ഏജിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നിന്റെ പേര് ബ്രോൺസ് ഏജ് അഥവാ വെങ്കലയുഗം. വെങ്കലയുഗത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ മക്കളെ എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞ വെങ്കലയുഗത്തിന്റെ ഇവോൾവ് ചെയ്തിട്ടാണെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്, ഒരുപാട് സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇൻഡസ് വാലി ആയിക്കോട്ടെ, സിന്ധു നദീതടം ആയിക്കോട്ടെ, ചൈനീസ് സംസ്കാരം ആയിക്കോട്ടെ, ഈജിപ്ഷ്യൻ സംസ്കാരം ആയിക്കോട്ടെ, ഒരുപാട് സംസ്കാരങ്ങൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ഈ പറഞ്ഞ വെങ്കലയുഗത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒരു യുഗം കൂടിയുണ്ട്. ഈ പറഞ്ഞ ബ്രോൺസ് അല്ലാതെ വേറൊരു സാധനം കൂടെ ലോഹയുഗത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ 2 അടുത്ത എന്താണെന്നുള്ളത് ഇപ്പം തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഏതാണ് പറഞ്ഞിട്ടുള്ള ബ്രോൺസ് അല്ലാത്ത വേറൊരു സാധനം എന്താണ്, വേറെ ഏത് യുഗമാണ് മെറ്റൽ ഏജിൽ നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള കാര്യം ജസ്റ്റ് കമന്റ് ബോക്സിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് ജോയിൻ ചെയ്തോളൂ. ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്
ഓരോ ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം അടിപൊളിയായിട്ട് ആൽഫ ബാച്ചിൽ നമുക്ക് കാണാം. അവിടുന്ന് പഠിക്കാം. 7592092021 22 നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. 2999 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ അവിടെ കാണാം. ഹാപ്പി ലേണിംഗ്.